ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2024 ഓഗസ്റ്റ് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സെപ്റ്റംബർ 22-ന് 2 വിഷയങ്ങളിൽ ജനഹിത പരിശോധന. തൊഴിൽ നിയമ പരിഷ്കരണത്തിൽ വരുന്ന സുപ്രധാന മാറ്റങ്ങൾ. ആത്മഹത്യാ പേടകം സാർക്കോ ക്യാപ്സൂൾ ഉയർത്തുന്ന വിവാദങ്ങൾ. സ്വിസ് മലയാളി അസോസിയേഷൻ, ബി ഫ്രണ്ട്സ്, കേളി ഒരുക്കുന്ന പൊന്നോണ വിശേഷങ്ങൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹോദരങ്ങൾക്കുണ്ടായ ദുരന്തത്തിൽ ഉള്ളുനീറി കരയുകയാണ്. മരിച്ചവരുടെ എണ്ണം അനുദിനം ഉയരുന്നു. നഷ്ടപ്പെട്ട ഉറ്റവരെ ഓർത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അനേകർ വിലപിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും മരണമടഞ്ഞവർക്ക് ഹലോ ഫ്രണ്ട്സിൻ്റെ ആദരാഞ്ജലികൾ. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 22-ന് 2 വിഷയങ്ങൾ ജനങ്ങളുടെ അന്തിമ തീരുമാനത്തിനായി വരികയാണ്. 2026-ൽ പ്രാബല്യത്തിൽ വരുന്ന വിധം പെൻഷൻ വ്യവസ്ഥകൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള നിയമം കഴിഞ്ഞ വർഷം സ്വിസ് പാർലമെൻറ്റ് പാസ്സാക്കി. സ്വിറ്റ്സർലൻഡിലെ ജനാധിപത്യ ക്രമത്തിൽ സർക്കാർ പാസ്സാക്കുന്ന നിയമത്തിനെതിരെ റഫറൻഡം ആവശ്യപ്പെടാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. 1874 ആരംഭിച്ച ഈ പൗരാവകാശ നിയമപ്രകാരം 200ഓളം റഫറൻഡങ്ങൾ രാജ്യത്ത് നടക്കുകയും 40% വിഷയങ്ങൾ സർക്കാർ തീരുമാനത്തെ പരാജയപ്പെടുത്തി നിയമം റദ്ദ് ചെയ്യുവാൻ പൗരന്മാർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. റഫറൻഡം കമ്മിറ്റിയുടെ ആവശ്യം ചാൻസലറിയെ അറിയിച്ച് അംഗീകാരം കിട്ടിയ ശേഷം 100 ദിവസത്തിനകം 50,000 ഒപ്പുകൾ പൗരന്മാരിൽ നിന്നും ശേഖരിക്കണം. ഈ രീതിയിലാണ് പെൻഷൻ നിയമത്തിനെതിരെ തൊഴിൽ സംഘടനകൾ റഫറൻഡം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നിയമം പാസ്സാകണമെങ്കിൽ സെപ്റ്റംബർ 22-ന് നടക്കുന്ന വോട്ടിങ്ങിൽ ജനങ്ങളുടെ ഭൂരിപക്ഷം ലഭിക്കണം. ഈ വിഷയം സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായി നിരവധി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തെ പെൻഷൻ വ്യവസ്ഥയിൽ 2ാം പില്ലറായ തൊഴിൽ പെൻഷൻ ഫണ്ടിൽ തൊഴിലാളിയും തൊഴിൽ ദാതാവും പണം അടയ്ക്കണം എന്നതാണ് രാജ്യത്തെ നിയമം. 1300ഓളം പെൻഷൻ സ്ഥാപനങ്ങളാണ് രാജ്യത്തുള്ളത്. കൂടുതൽ തൊഴിലാളികളുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വന്തം പെൻഷൻ പ്രസ്ഥാനങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം സർക്കാർ പാസ്സാക്കിയ നിയമത്തിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം. പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഈ നിയമത്തിലുള്ളത് പല ഭാഗങ്ങളായി വിശദമാക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വ്യക്തതയോടെ വിശകലനം ചെയ്യുകയാണ്. രാജ്യത്ത് തൊഴിൽ പെൻഷൻ നിയമം 1985-ൽ നിലവിൽ വന്നപ്പോൾ കൺവേർഷൻ റേറ്റ് 7.2% ആയിരുന്നു. ആയുർദൈർഘ്യം വർദ്ധിക്കുകയും പലിശ നിരക്ക് കുറയുന്നതും കണക്കാക്കി 2006-നും 2014-നും ഇടയിൽ പല ഘട്ടങ്ങളായി 6.8% കുറച്ചിരുന്നു. ഇപ്പോഴത്തെ ആയുർദൈർഘ്യം പുരുഷന് 85.4 വയസ്സും സ്ത്രീക്ക് 87.2 വയസ്സുമാണ്. പുതിയ നിയമത്തിലെ ഒരു സുപ്രധാന മാറ്റം കൺവേർഷൻ റേറ്റ് 6% ആയി കുറയ്ക്കുന്നു എന്നതാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട മാസ പെൻഷൻ അടിസ്ഥാനം ഉംവാൻലോങ് സാറ്റ്സ് എന്ന ഈ കൺവേർഷൻ റേറ്റാണ്. ഇവിടെയും മാൻഡേറ്ററി പെൻഷൻ പ്ലാൻ, നോൺ മാൻഡേറ്ററി പെൻഷൻ പ്ലാൻ എന്നീ തിരിവുകളുണ്ട്. വാർഷിക വരുമാനം 88,200 വരെയുള്ളവർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമമാണ് മാൻഡേറ്ററി പെൻഷൻ പ്ലാൻ. അതിൽ കൂടിയ വരുമാനവും ഇതര ക്ഷേമ ആനുകൂല്യങ്ങളും നോൺ മാൻഡേറ്ററി പെൻഷൻ പ്ലാനിൽ വരും. മാൻഡേറ്ററി പ്ലാൻ പ്രകാരമുള്ള തുകയ്ക്ക് നിലവിൽ 6.8%, നിയമ പരിഷ്കരണത്തിൽ 6%, നോൺ മാൻഡേറ്ററി പ്ലാനിൽ വരുന്ന തുകയ്ക്ക് ഓരോ സ്ഥാപനങ്ങൾക്കും സ്വന്തമായ കൺവേർഷൻ നിരക്കുമാണുള്ളത്. കൺവേർഷൻ റേറ്റ് തീരുമാനിക്കുന്നതിന് 2 സാധ്യതകളാണ് പെൻഷൻ സ്ഥാപനങ്ങൾക്കുള്ളത്. മാൻഡേറ്ററി തുകയ്ക്ക് പുതിയ നിയമപ്രകാരമുള്ള 6%, നോൺ മാൻഡേറ്ററി തുകയ്ക്ക് കുറഞ്ഞ ശതമാനവും നിശ്ചയിക്കാം.
അല്ല എങ്കിൽ നിയമം അനുശാസിക്കുന്ന മിനിമം പെൻഷൻ തുകയ്ക്ക് മുകളിൽ വരുന്ന രീതിയിൽ യുക്തമായ ഒരു നിരക്ക് മാത്രം നിശ്ചയിക്കുക. മിക്ക സ്ഥാപനങ്ങളും രണ്ടാമത്തെ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 4 ലക്ഷം ഫ്രാങ്ക് പെൻഷൻ ഫണ്ടിൽ ഉണ്ടാവുകയും കൺവേർഷൻ റേറ്റ് 5.5% ആവുകയും ചെയ്താൽ ഒരു വർഷം 22,000 ഫ്രാങ്ക് തൊഴിൽ പെൻഷനായി ലഭിക്കും. അതായത് ഒരു മാസം 1,833 ഫ്രാങ്ക് പെൻഷന് അർഹതയുണ്ട്. ഓരോ സ്ഥാപനങ്ങളുടെയും കൺവേർഷൻ റേറ്റ് എത്രയാണെന്നും അതുപ്രകാരം എത്ര തുക പെൻഷനായി ലഭിക്കുമെന്നും ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. 6.8% നിന്നും 6% ആകുന്നതിൽ ഈ കാരണങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നില്ല. പെൻഷൻ ഫണ്ടിലേക്കുള്ള അടവ് വിഹിതം മനസ്സിലാക്കണമെങ്കിൽ കോർഡിനാക്സിയോൺ സബ്സുക് അഥവാ കോർഡിനേഷൻ ഡിഡക്ഷൻ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിക്ക് ഒന്നാം പില്ലറായ ആഹഫോ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുള്ള തുകയായ 25,725 ഫ്രാങ്ക് ആ വ്യക്തിയുടെ വാർഷിക ശമ്പളത്തിൽ നിന്നും കുറച്ച ശേഷമുള്ള തുകയ്ക്ക് മാത്രമാണ് ശതമാനപ്രകാരമുള്ള വിഹിതം പെൻഷൻ ഫണ്ടിലേക്ക് തൊഴിൽ ദാതാവും തൊഴിലാളിയും അടയ്ക്കുക. ഈ കുറവ് വരുന്ന 25,725 ഫ്രാങ്കാണ് കോർഡിനേഷൻ ഡിഡക്ഷൻ എന്ന് അറിയപ്പെടുക. 30,000 ഫ്രാങ്ക് വാർഷിക വരുമാനമുള്ള പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും 25,725 ഫ്രാങ്ക് കുറച്ചാൽ പെൻഷൻ വിഹിതത്തിന് അർഹത ലഭിക്കുക 4,275 ഫ്രാങ്കിന് മാത്രമാണ്. പുതിയ നിയമത്തിൽ കോർഡിനേഷൻ ഡിഡക്ഷൻ വാർഷിക വരുമാനത്തിൻ്റെ 20% മാറ്റിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ 30,000 എന്ന വാർഷിക വരുമാനത്തിൻ്റെ 20% 6,000 ഫ്രാങ്ക് മാത്രമായിരിക്കും കോർഡിനേഷൻ ഡിഡക്ഷൻ. ബാക്കി 24,000 ഫ്രാങ്കിന് ആനുപാതികമായ വിഹിതം പെൻഷൻ ഫണ്ടിൽ അടവ് വരുന്നതാണ്. 80,000 ഫ്രാങ്ക് വാർഷിക വരുമാനമുള്ള വ്യക്തി നിലവിൽ 25,725 ഫ്രാങ്ക് കുറയ്ക്കുന്നതിന് പകരം 16,000 കുറച്ച ശേഷമുള്ള തുകയ്ക്ക് പെൻഷൻ വിഹിതം അടയ്ക്കുന്നു. പുതിയ നിയമപ്രകാരം പെൻഷൻ ഫണ്ടിലേക്ക് കൂടുതൽ അടവ് സംഭവിക്കുന്നു. 1,28,000 ഫ്രാങ്ക് വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇപ്രകാരം നേട്ടമുണ്ടാവുക. പാർട്ട് ടൈം ജോലി ചെയ്യുന്ന കുറഞ്ഞ വരുമാനക്കാരുടെ പെൻഷൻ ഫണ്ടിൽ അടവ് കൂടുന്നത് കൊണ്ട് അവർ പെൻഷനാകുമ്പോൾ നിലവിലുള്ളതിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുവാൻ സാധ്യത ഉണ്ടാകുന്നു. പെൻഷൻ നിയമത്തിലെ അടവ് വിഹിത രീതികൾ എങ്ങനെയെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ശതമാനക്കണക്കിലാണ് പെൻഷൻ ഫണ്ട് വിഹിതം അടയ്ക്കുന്നത്. നിലവിലെ വ്യവസ്ഥയനുസരിച്ച് 25 മുതൽ 34 വയസ്സ് വരെ 7%, 35 മുതൽ 44 വരെ 10%, 45 മുതൽ 54 വരെ 15%, 55 മുതൽ 65 വരെ 18% എന്നതാണ് രീതി. എന്നാൽ പരിഷ്കരിച്ച പുതിയ നിയമത്തിൽ നിലവിലെ 4 ഗ്രൂപ്പുകൾക്ക് പകരം 2 ഗ്രൂപ്പുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. 25 മുതൽ 44 വയസ്സ് വരെയുള്ള ഗ്രൂപ്പ് 9%, 45 മുതൽ 65 വയസ്സ് വരെയുള്ള ഗ്രൂപ്പ് 14%മാണ് വിഹിതമായി അടയ്ക്കേണ്ടത്. നിലവിലെ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി തൊഴിലാളിയും തൊഴിൽ ദാതാവും പ്രായം കുറഞ്ഞ ഗ്രൂപ്പിൽ കൂടുതൽ തുക അടയ്ക്കേണ്ടി വരുമ്പോൾ പ്രായം കൂടിയവരുടെ ഗ്രൂപ്പിൽ കുറഞ്ഞ തുക മാത്രമായിരിക്കും മാസവിഹിതമായി അടയ്ക്കുന്നത്. നിലവിലെ നിയമപ്രകാരം വാർഷിക ശമ്പളം 22,050 ഫ്രാങ്കിന് മുകളിൽ വരുന്നവരാണ് പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടത്. പരിഷ്കരിച്ച നിയമം അനുസരിച്ച് 19,845 ഫ്രാങ്കിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ വിഹിതം അടയ്ക്കണം. ഇപ്രകാരം 70,000 പേർ പുതിയതായി പെൻഷൻ സ്കീമിൽ അർഹത നേടുമെന്ന് സർക്കാർ പറയുന്നു. നിയമം പാസ്സാകുന്നത് മുതൽ 15 വർഷക്കാലം പെൻഷനാകുന്നവർക്ക് ആശ്വാസ വർധനവായി 100 മുതൽ 200 ഫ്രാങ്ക് വരെ മാസ പെൻഷൻ വർധനവ് നൽകുന്നതാണ്. എന്നാൽ പെൻഷൻ ഫണ്ടിൽ 4,41,000 ഫ്രാങ്കിന് മേൽ നിക്ഷേപമുള്ളവർക്ക് ഈ വർധനവിന് അർഹതയില്ല. നിലവിൽ 55 മുതൽ 65 വരെയുള്ളവർ 18% വിഹിതം അടയ്ക്കുന്നത് 14%-ആയി കുറയുമ്പോൾ തങ്ങളുടെ പെൻഷൻ ഫണ്ടിൽ കുറവുണ്ടാവുകയും അതനുസരിച്ച് വാർഷിക പെൻഷൻ കുറയുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ടാണ് ആശ്വാസ വർധനവ് നൽകുന്നത്. പുതിയ പെൻഷൻ നിയമം താഴ്ന്ന വരുമാനക്കാരായ പാർട്ട് ടൈം ജീവനക്കാർക്ക് ഗുണകരവും കൂടിയ വരുമാനക്കാർക്ക് നഷ്ടങ്ങൾ വരുത്തുന്നതുമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഹോട്ടൽ വ്യവസായം, കാർഷിക മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നീ തൊഴിൽ ദാതാക്കൾ നിയമത്തിനെതിരാണ്. അവർ കൂടുതൽ തുക തൊഴിലാളികൾക്കായി പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം. സ്ത്രീ സംഘടനകളും തൊഴിൽ സംഘടനകളും ഇടത് രാഷ്ട്രീയ പാർട്ടികളും നിയമത്തിനെതിരാണ്. അടയ്ക്കുന്ന വിഹിതത്തിന് ആനുപാതികമായി പെൻഷൻ വർധന ഉണ്ടാകുന്നില്ല എന്നാണ് ഇവരുടെ വാദം. സ്ത്രീകളുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച് ആഹവ ഫണ്ടിലെ കുറവ് പരിഹരിച്ചു. പെൻഷൻ പരിഷ്കരണത്തിൽ വീണ്ടും പറ്റിക്കപ്പെടുന്നു എന്ന ശക്തമായ വിമർശനമാണ് വനിതാ സംഘടനകൾക്കുള്ളത്. നിലവിലെ നിയമത്തിൽ നിന്നും 5 പോയിന്റുകളാണ് പുതിയ നിയമത്തിൽ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ മാറ്റം, മാൻഡേറ്ററി പെൻഷൻ തുകയുടെ കൺവേർഷൻ റേറ്റ് 6.8% നിന്നും 6%-ആയി കുറയ്ക്കുന്നു. രണ്ടാമത്തെ മാറ്റം, പെൻഷൻ വിഹിത അടവിനുള്ള പ്രായ ഗ്രൂപ്പുകൾ 4 ആയിരുന്നത് 2 ആയി കുറയുന്നു. കൂടിയ പ്രായക്കാരുടെ അടവിലെ ശതമാനത്തിൽ കുറവുണ്ടാകുന്നു.
മൂന്നാമത്തെ മാറ്റം, പെൻഷൻ അടവിനുള്ള വാർഷിക വരുമാന പരിധി കുറയ്ക്കുന്നു. നാലാമത്തെ മാറ്റം, കോർഡിനേഷൻ ഡിഡക്ഷൻ വരുമാനത്തിൻ്റെ 20% നിശ്ചയിക്കുന്നത് താഴ്ന്ന വരുമാനക്കാർക്ക് ഗുണകരമാകുന്നു. അഞ്ചാമത്തെ മാറ്റം, നിയമം നിലവിൽ വരുന്നത് മുതൽ 15 വർഷക്കാലം പെൻഷനാകുന്നവർക്ക് 100 മുതൽ 200 ഫ്രാങ്ക് വരെ ആശ്വാസമായി ലഭിക്കുന്നു. നിയമത്തെ പൊതുവെ വിലയിരുത്തുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ ഉണ്ട്. എല്ലാ വിഭാഗത്തിനും നേട്ടമുണ്ടാകുന്ന തരത്തിലല്ല നിയമം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. നിയമം പാസ്സാക്കണമോ എന്ന് സെപ്റ്റംബർ 22 ജനം തീരുമാനിക്കുന്നതാണ്. സെപ്റ്റംബർ 22 ജനം വോട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം ബയോഡൈവേഴ്സിറ്റി ഇനിഷ്യേറ്റീവാണ്. ഈ ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രകൃതിയും മനുഷ്യൻ ജീവിക്കുന്ന മണ്ണും ഭാവി തലമുറയ്ക്കായി കൃത്യമായി സംരക്ഷിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ട് ഈ വിഷയം ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ആവശ്യമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുകയും ചെയ്യണം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ 2020 ഒപ്പുശേഖരം നടത്തി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ജനതയുടെ തീരുമാനത്തിനായി ഈ വിഷയം വന്നിരിക്കുന്നത്. ഇനിഷ്യേറ്റീവ് കമ്മിറ്റിയുടെ വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിനും അനന്തര തലമുറകൾക്കും വേണ്ടി പ്രകൃതി സംരക്ഷിക്കപ്പെടണം. ശുദ്ധമായ ജലവും ആരോഗ്യകരമായ ഭക്ഷണവും ലഭിക്കുവാൻ മനുഷ്യന് അവകാശമുണ്ട്. വൈവിധ്യങ്ങളായ സസ്യങ്ങളും ഇതര ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടാതിരിക്കുന്നതുകൊണ്ട് പലതും നാമാവശേഷമായി. തേനീച്ച, ചിത്രശലഭം തുടങ്ങിയവയുടെ അഭാവം മൂലം ചെടികളിൽ പരാഗണം നടക്കാതിരിക്കുകയും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ക്രമാതീതമായി കുറയുകയും ചെയ്യുന്നു. മനോഹരമായി സംരക്ഷിക്കപ്പെടേണ്ട ഗ്രാമങ്ങളിൽ പോലും അനേകം കോൺക്രീറ്റ് നിർമ്മിതികൾ ഉയർന്നു. അശാസ്ത്രീയമായി ഭൂമിയെ ഉപയോഗപ്പെടുത്തുന്നത് കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന് നിയമങ്ങൾ ആവശ്യമാണ്. ഈ നിയമം പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ നാഷണൽ കൗൺസിൽ ഒരു ബദൽ നിർദ്ദേശം നൽകുകയുണ്ടായി. അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പാസ്സാക്കിയില്ല. അതുകൊണ്ട് ഇനിഷ്യേറ്റീവ് പിൻവലിക്കാതെ കമ്മിറ്റി ജനതയുടെ തീരുമാനത്തിനായി ഈ വിഷയം നൽകിയിരിക്കുകയാണ്. മിതമായ നിരക്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള വിമാനയാത്രാ ടിക്കറ്റുകൾക്ക് KJ ട്രാവൽസ് ആൻഡ് ടൂർസ് സൂറിക്. മികച്ച കസ്റ്റമർ സേവനം ഓരോ യാത്രക്കാരനും ഉറപ്പു നൽകുന്നു. ഇന്ത്യ, ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗ്രൂപ്പ് ടൂറുകൾക്ക് ഏറ്റവും പ്രൊഫഷണലായ ഓഫർ KJ ട്രാവൽസ് നൽകുന്നു. പണമടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡ് സൗകര്യം. KJ ട്രാവൽസ് ആൻഡ് ടൂർസ് സൂറിക്. ഫോൺ 004178955062. ഇമെയിൽ jkochad@gmail.com, kj@gmx.net. സ്വയം മരണം വരിക്കുന്നതിന് സഹായം നൽകുന്ന പ്രസ്ഥാനങ്ങളിൽ അംഗത്വം എടുക്കുന്നവരുടെ എണ്ണം സ്വിറ്റ്സർലൻഡിൽ കൂടി വരികയാണ്. വേദനയും രോഗങ്ങളും ദുരിതവും നിറഞ്ഞ വാർദ്ധക്യത്തിൽ നിന്നും രക്ഷ നേടുക എന്ന ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത്. ലോകത്ത് 10ലധികം രാജ്യങ്ങളിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി സഹായത്തോടെ മരിക്കുന്നതിന് അനുവാദമുണ്ട്. ഇപ്രകാരം അനുമതി നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. സ്വിറ്റ്സർലൻഡിൽ ആത്മഹത്യയ്ക്ക് സഹായിക്കുന്ന 6 സംഘടനകളാണ് ഉണ്ടായിരുന്നത്. എക്സിറ്റ്, ഡിഗ്നിറ്റാസ്, എക്സ് ഇൻ്റർനാഷണൽ, എക്സിറ്റ് ADMD, എക്സ്റ്റേണൽ സ്പിരിറ്റ്, ലിബർട്ടി ലൈഫ് എന്നിവയാണ് ഈ സംഘടനകൾ. അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞത് ലാസ്റ്റ് റിസോർട്ട് എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതും അവർ പരിചയപ്പെടുത്തിയ സാർക്കോ എന്ന ആത്മഹത്യാ പേടകവുമാണ്. ഏറ്റവും വലിയ സംഘടന എക്സിറ്റിൽ 2023 കണക്ക് പ്രകാരം 1,67,631 പേർ അംഗങ്ങളായി ഉണ്ട്. വിവിധ സംഘടനകളുടെ സഹായത്തോടെ 1600ഓളം പേർ 2023 മരണം തിരഞ്ഞെടുത്തു. പ്രായാധിക്യത്തോടൊപ്പം സുഖപ്പെടുത്താൻ പറ്റാത്ത മാരക രോഗങ്ങളും അതുവഴി ദുരിതപൂർണമായ ജീവിതവുമാണ് മരണം തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. മറ്റൊരാളുടെ സ്വാധീനമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കഴിവുള്ളവർക്കും മാത്രമാണ് മരണസഹായത്തിന് അർഹതയുള്ളത്. വ്യക്തി അനുഭവിക്കുന്ന ഗുരുതര രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, സ്വയം തീരുമാനമെടുക്കാൻ കഴിവുകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിഷമരുന്നായ നാട്രിയം പെൻറ്റോബാർബിറ്റൽ ഉപയോഗിക്കുന്നതിനുള്ള പ്രിസ്ക്രിപ്ഷൻ എന്നിവ ഉണ്ടായാൽ മാത്രമായിരിക്കും സംഘടന മരണത്തിന് സഹായം നൽകുക. അന്യരാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് അംഗത്വമെടുക്കാവുന്ന സംഘടനയാണ് ഡിഗ്നിറ്റാസ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ടൂറിസം സ്വിറ്റ്സർലൻഡിലുണ്ട് എന്ന പേരുദോഷവും രാജ്യത്തിനുണ്ട്. ഇപ്രകാരമുള്ള മരണം അനുവദിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർ സ്വിറ്റ്സർലൻഡിലെത്തി മരിക്കുന്നതും സാധാരണയാണ്. കഴിഞ്ഞ മാസം വാർത്തകളിൽ സജീവമായ വിഷയമാണ് സൂയിസൈഡ് ക്യാപ്സ്യൂൾ എന്ന സാർക്കോ പേടകം. ഒരു മനുഷ്യന് ഈ പേടകത്തിൽ സുഖപ്രദമായി കിടക്കാം. ഗ്ലാസ് കവർ ആയതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാഴ്ചകൾ കാണാം. പേടകത്തിലെ സ്വിച്ച് അമർത്തിയാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് പകരം നൈട്രജൻ വാതകം നിറയുകയും ശ്വസിച്ച് 30 സെക്കൻഡ് കൊണ്ട് അബോധാവസ്ഥയിലേക്ക് പ്രവേശിച്ച് വൈകാതെ മരിക്കുമെന്നുമാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്.
ഇതുവരെയും മനുഷ്യരിൽ പരീക്ഷിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ വിജയപരാജയങ്ങൾ സംബന്ധമായി നിരവധി ധാർമ്മിക നിയമ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ പേടക നിർമ്മാണ ഗവേഷണത്തിന് 7 ലക്ഷം ഫ്രാങ്ക് ചെലവ് വന്നിട്ടുണ്ടെന്നാണ് നേതൃത്വം നൽകിയ ഓസ്ട്രേലിയൻ ഡോക്ടർ ഫിലിപ്പ് നീഷ്കെ പറയുന്നത്. ഷാഫ്ഹൗസൻ, വാലീസ് എന്നീ കന്റോണുകൾ ഈ പേടകത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇതര മരണസഹായ സംഘടനകൾ ഉപയോഗിക്കുന്നത് നാട്രിയം പെൻറ്റോബാർബിറ്റൽ എന്ന മരുന്നാണ്. കുടിക്കുകയോ ഞരമ്പിലൂടെ പ്രവേശിക്കുകയോ ചെയ്താൽ 30 സെക്കൻഡ് കൊണ്ട് അബോധാവസ്ഥയിലായി 3 മിനിറ്റിനുള്ളിൽ ശാന്തമായി ആ വ്യക്തി മരിക്കും. സാർക്കോ ക്യാപ്സുകളുടെ ഗുണദോഷങ്ങൾ അറിയണമെങ്കിൽ ഒരാൾ ഉപയോഗിക്കുന്നതുവരെ കാത്തിരിക്കണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഓണാഘോഷങ്ങളുടെ കാലമാണ്. എല്ലാ സംഘടനകളും ആകർഷകങ്ങളായ കലാപരിപാടികളും കെങ്കേമമായ ഓണസദ്യയുടെ വിശേഷങ്ങളുമായി പരസ്യങ്ങൾ നടത്തി വരുന്നു. ബാസലിലെ സ്വിസ് മലയാളി അസോസിയേഷൻ ഓഗസ്റ്റ് 24-ന് ഓണാഘോഷം നടത്തുന്നു. ബാസൽ ലാൻഡിലെ പ്രാത്തലൻ കുസ്പോ ഹാളിലാണ് ഈ വർഷത്തെ ഓണാഘോഷം അരങ്ങേറുക. വിഭവസമൃദ്ധമായ ഓണസദ്യയും ചെണ്ടമേളവും ബാസലിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതാണ്. SMA ഓണാഘോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി കമ്മിറ്റി അറിയിച്ചു. കലാ സാംസ്കാരിക സംഘടനയായ ബി ഫ്രണ്ട്സ് ഒരുക്കുന്ന ഓണമഹോത്സവം സെപ്റ്റംബർ 7-ന് സൂറിച്ചിലെ കുസ്നാക്ട് ഹെസ്ലി ഹാളിൽ കൊണ്ടാടുകയാണ്. 23 കൂട്ടം കേരള വിഭവങ്ങളുമായി ജോസ് പെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ പെരുമയുള്ള ഓണസദ്യയാണ് ബി ഫ്രണ്ട്സ് ഒരുക്കുന്നത്. ഓണപ്പാട്ടുകളും തിരുവാതിരയും മോഹിനിയാട്ടവും മനമയക്കുന്ന നൃത്തങ്ങളും കോർത്തിണക്കിയ ഓപ്പണിംഗ് പ്രോഗ്രാം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ അതിപ്രശസ്ത മ്യൂസിക് ബാൻഡ് തൈക്കുടം ബ്രിഡ്ജ് വ്യത്യസ്തമായൊരു സംഗീത നിശ്ചയവുമായി ഓണാഘോഷത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും. മുൻ വർഷങ്ങളിലേതുപോലെ മലയാണ്മയുടെ നിറവോടെ മലയാള തനിമയോടെ മികച്ച വേഷം ധരിക്കുന്നവർക്കുള്ള ഡ്രസ് അവാർഡ് ഓണാഘോഷ വേദിയിൽ നൽകുന്നതാണ്. നേഴ്സിംഗ് എക്സലൻസ് അവാർഡ് ഈ വർഷവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആതുര സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയവർക്കായിരിക്കും ഈ അവാർഡ് സമ്മാനിക്കുക. ഓണാഘോഷത്തിന് മുന്നോടിയായി നടത്തുന്ന ഉത്സവ് 24 ഓഗസ്റ്റ് 17-ന് നടത്തുന്നു. വാശിയേറിയ വടംവലി മത്സരവും കൂടാതെ ചീട്ടുകളി, ചെസ്, പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിംഗ്, ക്യാരംസ് തുടങ്ങിയ ഇൻഡോർ മത്സരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിന് മുന്നോടിയായി ഐഷെയർ ഭവന ചാരിറ്റി പദ്ധതിയുടെ 4ാമത് ഭവന നിർമ്മാണ ധനസഹായം കോട്ടയം ജില്ലയിലെ അർഹതപ്പെട്ട കുടുംബത്തിന് കൈമാറി. ഓണാഘോഷങ്ങളുടെ വിജയത്തിനായി പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ, സെക്രട്ടറി പുഷ്പ തടത്തിൽ, ട്രഷറർ സംഗീത മണിയേരി, ആർട്സ് കൺവീനർ ബിന്ദിയ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു. പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേളി ഒരുക്കുന്ന പൊന്നോണം സൂറിച്ചിലെ ബ്യൂലാഹ് ഹാളിൽ വെച്ച് സെപ്റ്റംബർ 21-ന് നടത്തുന്നു. കേളിയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് 26-ലധികം കേരള വിഭവങ്ങളുമായി ഓണസദ്യ ഒരുക്കുന്നു. സദ്യ ആസ്വദിക്കുമ്പോഴും കാത്തിരിക്കുന്ന സമയത്തും ഇടവേളകളിലും ജനത്തെ ആനന്ദിപ്പിക്കുവാൻ നാടൻ പാട്ടുകൾ ഉണ്ടാകുമെന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. ഇതിനായി അനുഗ്രഹീത കലാകാരന്മാർ രാജേഷ് തമ്പുരു, മനോജ് ഗിന്നസ്, രാജേഷ് തിരുവമ്പാടി എന്നിവർ എത്തുന്നു. ഗംഭീരമായ ഉദ്ഘാടന നൃത്ത പ്രദർശന പരമ്പരയിൽ 100-ലധികം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. നൃത്തശില്പം സംവിധാനം ചെയ്യുന്നത് ബിജു സേവിയറും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിനിമ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് കലാഭവൻ സിനോജുമാണ്. ഉദ്ഘാടന പ്രോഗ്രാമുകൾക്ക് ശേഷം ദേശീയ അവാർഡ് ജേതാവ് നരേഷ് അയ്യരും തിനക് ദിൻ ബാൻഡും അവതരിപ്പിക്കുന്ന സംഗീത സായാഹ്നം പ്രധാന ആകർഷണമായിരിക്കും. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ പാചകവിദഗ്ധരുടെ നേതൃത്വത്തിൽ പഞ്ചനക്ഷത്ര വിഭവങ്ങളോടെ രാത്രി ഭക്ഷണവും ഉണ്ടായിരിക്കും. 2400 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ, വിശാലമായ പാർക്കിംഗ് എന്നിവ ആഘോഷവേദിയുടെ പ്രത്യേകതയാണ്. ആഘോഷ പരിപാടി വിജയത്തിനായി പ്രസിഡന്റ് ദീപ മേനോൻ, സെക്രട്ടറി ജിജിൻ രാജഗോപാലൻ, ട്രഷറർ അജയ് ചന്ദ്രൻ നായർ, ആർട്ട് സെക്രട്ടറി റീന അബ്രഹാം, പ്രോഗ്രാം ഓർഗനൈസർ സിഞ്ചോ നെല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രോവിൻസ് ഒക്ടോബർ 5-ന് ഇൻ്റർനാഷണൽ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുകയാണ്. സൂറിച്ച് റാപ്സിലെ സ്പോർട്സ് ഹാളിൽ വെച്ച് നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും മത്സരാർത്ഥികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരെയും ഭാരവാഹികൾ ക്ഷണിക്കുന്നു. ഈ വർഷത്തെ കേരളപ്പിറവി ആഘോഷങ്ങൾ നവംബർ 2-ന് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയുടെ ഗാനങ്ങൾ പ്രധാന ആകർഷണമായിരിക്കും. സ്വിറ്റ്സർലൻഡ് ഓഗസ്റ്റ് 1 ദേശീയ ദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുന്നു. ഇന്ന് കാണപ്പെടുന്ന ഈ ഫെഡറൽ രാഷ്ട്രം രൂപീകൃതമായത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പടർന്നു പന്തലിച്ച് ഭരണം നടത്തിയിരുന്ന റോയൽ ഡിനാസ്റ്റി ആയിരുന്നു ഹാബ്സ്ബുർഗ്. AD 1020-ൽ ഇന്നത്തെ കന്റോൺ ആർഗാവിൽ കൊട്ടാരം സ്ഥാപിച്ച് ഭരണം തുടങ്ങി. ഇവരുടെ ക്രൂരതകളിലും
ചൂഷണങ്ങളിലും ജനം പൊറുതിമുട്ടി. ഊറി, ഷ്വിറ്റ്സ്, ഉണ്ടർവാൾഡൻ എന്നീ ആൽപ്സ് പ്രവിശ്യകളിലെ 3 പ്രമുഖർ 1291 റിയൂട്ട്ലി പുൽമേട്ടിൽ ഒത്തുകൂടി ഹാബ്സ്ബുർഗിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുവാൻ പ്രതിജ്ഞയെടുത്തു. റിയൂട്ട്ലി പ്രതിജ്ഞ എന്ന പേരിൽ ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടി. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് തുടക്കമിട്ട സംഭവമായി ഇത് മാറി. 600 വർഷങ്ങൾക്ക് ശേഷം 1891 ഓഗസ്റ്റ് 1 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. വീണ്ടും 8 വർഷങ്ങൾക്ക് ശേഷം 1899 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ദേശീയ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. എന്നാൽ രാജ്യത്ത് പൊതു അവധിയായി ഈ ദിവസത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. 1993 ജനം അവധി ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിഷ്യേറ്റീവ് നടത്തുകയും വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാവുകയും ചെയ്തു. 1994 ഓഗസ്റ്റ് 1 മുതൽ ദേശീയ ദിനം രാജ്യമൊട്ടാകെ പൊതു അവധിയായി മാറി. തമ്മിൽ കലഹിച്ചിരുന്ന കന്റോണുകളെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു. 1797 സ്വിറ്റ്സർലൻഡിൽ ആധിപത്യം സ്ഥാപിച്ച് ഹെൽവറ്റിക് റിപ്പബ്ലിക് എന്ന ഫെഡറേഷനായി രാജ്യത്തെ നെപ്പോളിയൻ രൂപപ്പെടുത്തി. ആധുനിക ആശയങ്ങൾ ഉൾപ്പെടുത്തി നിയമസംഹിതയ്ക്ക് അടിസ്ഥാനമിട്ടതും അദ്ദേഹമായിരുന്നു. 1798 മുതൽ 1803 വരെ ഹെൽവറ്റിക് റിപ്പബ്ലിക് നിലനിന്നു. നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷം കന്റോണുകൾ തമ്മിൽ വീണ്ടും ഐക്യമില്ലാതെയായി. 1847 ആയപ്പോഴേക്കും ഓർത്തഡോക്സ് കത്തോലിക്കരുടെ ഭൂരിപക്ഷമുള്ള 7 കന്റോണുകൾ ഒരുമിച്ച് ചേർന്ന് കേന്ദ്രത്തിനെതിരെ പ്രഖ്യാപിച്ച കലഹം ആഭ്യന്തര യുദ്ധമായി മാറി. ഫെഡറൽ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ഹെൻറി ദൂഫോർ ശക്തമായ സൈനിക നടപടിയിലൂടെ ഈ കന്റോണുകളെ പരാജയപ്പെടുത്തി. ഇതിൻ്റെ പരിസമാപ്തിയിലാണ് 1848 പുതിയ ഭരണഘടനയോടെ ആധുനിക സ്വിറ്റ്സർലൻഡ് നിലവിൽ വന്നത്. എല്ലാ വർഷവും ജൂലൈ 31 ആരംഭിക്കുന്ന ദേശീയ ദിനാഘോഷം ഓഗസ്റ്റ് 1 അവസാനിക്കുന്നത്. കരിമരുന്ന് കലാപ്രകടനം ഈ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.